ഏറെ നാളുകൾക്ക് ശേഷം ഒരു കുഞ്ഞും വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ജിബിൻ സാറ് കൂടെയുണ്ട്. നമ്മളിന്ന് നേരെ പോകുന്നത് കണക്കരി കോപ്പറേറ്റീവ് ബാങ്കിലേക്കാണ്. മറ്റൊന്നല്ല ഇന്നത്തെ പരിപാടി. ഇന്ന് നമുക്കൊരു ചിട്ടി ലേലമുണ്ട്. അപ്പം ഇത് ചിട്ടി ലേലം വിളിക്കാനുള്ള ടെൻഷനാണ്. സൂക്ഷിച്ചു നോക്കിയറിയാതെ ഈ ചിട്ടി കിട്ടിയതിന് സന്തോഷമാണ്. പുള്ളിയുടെ മനസ്സിൽ ഇപ്പോൾ മിന്നി മയഞ്ഞത്. എന്തായാലും വായിക്കറിയാത്തവൻ എന്തൊക്കെയോ വായിക്കുന്നുണ്ട്. കൊച്ചു ചിട്ടി പിടിച്ചു മേൻ. ഇനി ഇത് കമ്മിറ്റി വെച്ച് പാസ്സാകണം പൈസ കിട്ടണമെങ്കിൽ. അങ്ങനെയൊക്കെ ഉണ്ടോ? ഇപ്പം കിട്ടത്തില്ലേ? നിനക്ക് വായിക്കാനൊക്കെ അറിയാടാ? അങ്ങനെ സൂമിങ്ങോട്ടും കഴിയുതേ മമ്മിയുടെ മുന്നിൽ ആർഭാടത്തോടെ എത്തിയിരിക്കണം. ഭയങ്കര പുച്ഛമായിരുന്നു നമ്മളെ ചിട്ടി പിടിക്കില്ലെന്നോർത്ത്. എന്തായാലും അവിടെ നിന്ന് നേരെ കുറച്ച് സാധനമൊക്കെ മേടിക്കാൻ പോയി. ജിബിൻ സാർ സാധനം എടുത്ത് വണ്ടി ചോദിച്ചു. ജിബിൻ സാർ നമ്മളെ വീട്ടിലാക്കിയിട്ട് പുള്ളി പോയി. നമ്മളാണ്ട് നേരെ വണ്ടി എടുത്ത് മമ്മിയുടെ കൂടെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് ഗൈസ്. ഷോപ്പിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ്. ആസ് യൂഷ്വൽ അറിയാലോ, അമ്മമാരോട് ഷോപ്പിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പുതിയ സാധനങ്ങളൊക്കെ കാണും. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതെന്താണെന്ന് അറിയാവുന്നവർ കമന്റ് ചെയ്യാം. ഇതെന്താണ് ഓട്ടയുള്ള പാത്രം? എന്തായാലും ഇതും അറിയാവുന്നവർ കമന്റ് ചെയ്യാം. ആസ് ബിക്കോസ് ഓഫ് ഐ ആം എ ടീ ലവർ. എനിക്ക് ആദ്യം കടയിൽ ചെന്നാൽ ഏറ്റവും വലിയ കപ്പ് അവിടുത്തെ മേടിക്കണം എന്നാണ് എപ്പോഴും എൻ്റെ ഒരു ആഗ്രഹം. അതിന്റെ അടിസ്ഥാനത്തിൽ കപ്പുകൾ വെറുതെ നോക്കിക്കൊണ്ട് ഇരിക്കുന്ന ഞാൻ അങ്ങകലത്തെ തിരച്ചിലുകൾ കരുതി വരാതെ മമ്മി. വാവ്, കളർഫുള്ള് പേര് മമ്മീസ് കിച്ചൺ റേക്ക്. വെറൈറ്റി സാധനമാണ്, ഇതൊന്നും പറയില്ല. എന്തായാലും പുള്ളിക്കാരത്തി ഇത് കണ്ടില്ല. പുള്ളിക്കാരത്തി അടുത്ത സാധനം തപ്പിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. എൻ്റെ ഒരു അവസ്ഥ ഇറങ്ങണം ഗൈസ്. ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ്. എന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ എപ്പോഴുള്ള ലക്ഷ്യം. ഇതേ ബ്രാൻഡിൻ്റെ എല്ലാ സൈസിനും MS, XL, XXL എല്ലാ സൈസിലുള്ള പാത്രം വീട്ടിലിരിപ്പുണ്ട്. എന്നാലും പുതിയ ഏതെങ്കിലും സൈസ് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് കടക്കാരോട് ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഇത്ര സാധനം എടുത്തു. സെക്കൻഡ് ഫ്ലോറിലോട്ടുള്ള യാത്രയിലാണ് അദ്ദേഹം പോകുന്ന വഴിക്ക് മറ്റെന്തോ കാലിൽ തട്ടിയപ്പോൾ നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. സാധനങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. എങ്ങനെ വണ്ടിയൊക്കെ ഓടിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു എന്റർടൈൻമെന്റ്. അത് ഞാനും ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ചായപ്പടി അതേ വീട്ടിൽ തന്നെ ഒത്തുപോലെ വളർന്നില്ലടാ. ഇനിയും തന്നെ മേടിച്ച് ഐസ്ക്രീം കഴിക്കടാ എന്ന് പറഞ്ഞു കൊടുത്ത് മേടിച്ചതിന്റെ ബില്ല് കൊടുത്ത് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ.